എ. ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം, അധ്യായം 2, കേരള ചരിത്ര സാമഗ്രികൾ. പ്രാചീന ഭാരതം ഹിറോഡോട്ടസിനോ തുസിഡൈഡസിനോ ലിവിക്കോ ടാസിറ്റസിനോ ജന്മം നൽകിയിട്ടില്ല. ഇന്ത്യ ചരിത്ര വിദ്യാർത്ഥികൾ കൂടെ ഉദ്ധരിക്കാറുള്ള ഈ വാചകം പ്രാചീന കേരളത്തെ സംബന്ധിച്ചും ശരിയാണ്. കലർപ്പില്ലാത്ത ചരിത്രാഖ്യാനത്തിനോ ഓരോ ചരിത്ര കാലഘട്ടത്തിലുമുണ്ടായ സംഭവങ്ങളെയും ജീവിത വികാസങ്ങളെയും പൂർവാപരക്രമത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നതിനോ പ്രാചീന കേരളത്തിലെ പണ്ഡിതന്മാരാരും ശ്രമിക്കുകയുണ്ടായില്ല. AD 1100 ആണ്ടോടുകൂടി രചിക്കപ്പെട്ട അതുലൻ്റെ മൂഷകവംശം എന്ന സംസ്കൃത മഹാകാവ്യത്തിൽ ചരിത്രാംശമുണ്ട്. പക്ഷേ AD 16 ശതകത്തിൽ പൊന്നാനിയിൽ ജീവിച്ചിരുന്ന അറബി ഭാഷാ പണ്ഡിതൻ ഷെയ്ഖ് സൈനുദ്ദീൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ ആണ് ഒരു കേരളീയൻ എഴുതിയ ആദ്യത്തെ കേരള ചരിത്ര ഗ്രന്ഥം. കേരളത്തിലെയും വെളിയിലെയും യാഥാസ്ഥിതിക ചരിത്രകാരന്മാർ ഈ അടുത്ത കാലം വരെ മലയാള കൃതിയായ കേരളോൽപ്പത്തിയുടെ വിവിധ മാതൃകകളെയും കേരള മാഹാത്മ്യം എന്ന സംസ്കൃത ഗ്രന്ഥത്തെയുമാണ് ആദ്യകാല കേരള ചരിത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ആധാരമാക്കിയത്. കേരള ചരിത്രത്തിലെ ആദ്യകാല സംഭവങ്ങളെയും ആളുകളെയും കുറിച്ചാണ് മേൽപ്പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നതെങ്കിലും അവയ്ക്ക് ആ കാലഘട്ടങ്ങളുമായി നേരിട്ട് ബന്ധമില്ല. ആ നിലയിൽ ചരിത്ര സാധുതയുമില്ല. പ്രമാദങ്ങളും അവിശ്വാസ്യതകളും പൂർവാപര വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ ആ ഗ്രന്ഥങ്ങൾ ചരിത്ര വിദ്യാർത്ഥിയെ കുഴപ്പത്തിലാക്കാനാണ് സാധ്യത. കേരളോൽപ്പത്തി കഥകളെ ആസ്പദമാക്കി പരമ്പരാഗതമായ വിശ്വാസങ്ങൾക്കനുരോധമായി കേരളത്തിൻ്റെ പൂർവ്വചരിത്രം വിവരിച്ച മലബാർ മാനുവൽ കർത്താവായ ലോഗൻ പോലും ബ്രാഹ്മണർക്ക് ഈ രാജ്യത്തിൻ്റെ മേൽ ഉച്ഛൃംഖലമായ അധികാരവും സ്വാധീന ശക്തിയും സുരക്ഷിതമാക്കുക എന്ന ദൃഢലക്ഷ്യത്തോടുകൂടി എഴുതിഘടിപ്പിച്ച വിഡ്ഢിത്തം നിറഞ്ഞ കെട്ടുകഥകളുടെ ഒരബദ്ധ പഞ്ചാംഗമാണ് കേരളോൽപ്പത്തി എന്ന് പ്രസ്താവിക്കുന്നുണ്ട്. KP പത്മനാഭമേനോൻ്റെ അഭിപ്രായത്തിൽ നേരാംവണ്ണം മനസ്സിലാക്കുകയോ ഒത്തുനോക്കുകയോ ചെയ്തിട്ടില്ലാത്ത വിഭിന്ന അഭിപ്രായങ്ങളുടെ അത്യന്ത സങ്കീർണമായ ഒരു പാഴ്കൂമ്പാരമാണ് കേരളോൽപ്പത്തി. 18-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിലോ രചിക്കപ്പെട്ടവയാണ് കേരളോൽപ്പത്തിയും കേരള മാഹാത്മ്യവും. ആകയാൽ പൂർവകാല കേരള ചരിത്രത്തിൻ്റെ രേഖകളെന്ന നിലയിൽ അവയ്ക്ക് യഥാർത്ഥ മൂല്യമില്ല. ശരിയായ ചരിത്രരേഖകളുടെ അപര്യാപ്തതയും മേൽപ്പറഞ്ഞ ഐതിഹ്യ കഥകളുടെ നിഷ്ഫലതയും കണക്കാക്കി ചരിത്ര വിദ്യാർത്ഥികൾ കേരള ചരിത്രത്തിൻ്റെ പുനർനിർമ്മിതിയിൽ, വിശേഷിച്ചും പ്രാചീനകാല ചരിത്രത്തിൻ്റെയും മധ്യകാല ചരിത്രത്തിൻ്റെയും പുനർനിർമ്മിതിയിൽ മറ്റു പല വഴിക്കുമുള്ള സാമഗ്രികളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. സാഹിത്യം, പുരാവസ്തുശാസ്ത്രം എന്ന 2 പ്രധാന ഭാഗങ്ങളായി തിരിക്കാം ഈ സാമഗ്രികളെ. സാഹിത്യരേഖകളെ തന്നെ ഇവിടെയുള്ളത്, വെളിയിലുള്ളത് എന്നിങ്ങനെ 2ആയി വിഭജിക്കാം. ആദ്യത്തെ വിഭാഗത്തിൽ സംസ്കൃതത്തിലെയും മലയാളത്തിലെയും സാഹിത്യകൃതികൾ ഉൾപ്പെടുന്നു. സംസ്കൃത കൃതികൾ. ഐതരേയ ആരണ്യകം ആണെന്ന് തോന്നുന്നു കേരള പരാമർശമുള്ള ആദ്യത്തെ സംസ്കൃത കൃതി. സനാതനാചാരങ്ങളെ ലംഘിച്ച 3 ജനവിഭാഗങ്ങളിൽ ചേരപാതരും പെടുന്നതായി ഈ ആരണ്യകത്തിൽ പറയുന്നു. രാമായണത്തിലും മഹാഭാരതത്തിലും കേരള പരാമർശമുണ്ട്. സുഗ്രീവൻ സീതയെ അന്വേഷിക്കാൻ കേരളത്തിലും വാനരസേനയെ അയച്ചതായി രാമായണത്തിൽ പ്രസ്താവിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് ഭക്ഷണ സാധനങ്ങൾക്ക് പുറമെ പടയാളികളെയും അയച്ചു കൊടുത്ത ചേര രാജാവിനെ കുറിച്ച് മഹാഭാരതത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പാണിനി BC 7-ാം നൂറ്റാണ്ടോ അതിനു മുൻപോ. കേരളത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിലും കാത്യായനനും BC 4-ാം ശതകം, പതഞ്ജലിക്കും BC 2-ാം ശതകം കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് അറിയാമായിരുന്നു. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ BC 4-ാം ശതകം കേരളത്തിലെ ചൂർണിയാറിനെ, അതായത് പെരിയാറിനെ കുറിച്ച് പ്രസ്താവമുണ്ടെന്ന് പറഞ്ഞല്ലോ. വായു, മത്സ്യ, പത്മ, സ്കന്ദ, മാർക്കണ്ഡേയ പുരാണങ്ങളിലും കേരള പരാമർശം കാണാം. കാളിദാസന്റെ രഘുവംശത്തിലെ മനോഹരമായ കേരള വർണ്ണന AD 4-ാം ശതകത്തോടുകൂടി ഉത്തരേന്ത്യൻ കവികൾക്ക് കേരളം പരിചിതമായിരുന്നു എന്നതിന് തെളിവാണ്. കേരള ചരിത്രത്തിലെ ചില സങ്കീർണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേരളീയ സംസ്കൃത കൃതികൾ കുറച്ചൊന്നുമല്ല സഹായിക്കുന്നത്.
കുലശേഖരൻ, ഇദ്ദേഹം തന്നെ ആയിരിക്കണം കുലശേഖര ആഴ്വാർ എന്ന രാജകവിയുടെ തപതി സംവരണം, സുഭദ്രാധനഞ്ജയം എന്ന 2 നാടകങ്ങളാണ് സംസ്കൃത സാഹിത്യത്തിൽ കേരള ചരിത്ര പ്രാധാന്യമുള്ള ആദ്യ കൃതികൾ. മഹോദയപുരം തലസ്ഥാനമാക്കി വാണ കേരള ചക്രവർത്തിയാണ് ഇവയുടെ കർത്താവെന്ന് കൃതികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. തൃശൂർ തെക്കേ മഠത്തിലുള്ള ഒരു താളിയോല ഗ്രന്ഥത്തിൽ ശങ്കരാചാര്യരുടെ AD 788-820 ശിഷ്യനായ പത്മപാദന്റെ ജീവിതത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. പത്മപാദന്റെ സമകാലികനായി മഹോദയപുരം വാണിരുന്ന ഒരു കുലശേഖരനെക്കുറിച്ചും ആ ഗ്രന്ഥത്തിൽ പറയുന്നു. ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിൽ ഒരു രാജശേഖര ചക്രവർത്തിയെക്കുറിച്ച് സൂചനയുണ്ട്. ഈ 2 ഗ്രന്ഥങ്ങളും നൽകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുലശേഖര ആഴ്വാർ AD 800-820, രാജശേഖരവർമ്മയും AD 820-844 ശങ്കരാചാര്യരുടെ സമകാലികരായിരുന്നു എന്ന് വിശ്വസിക്കാം. സ്ഥാണുരവിയുടെ AD 844-885 സദസ്യനും ജ്യോതിശാസ്ത്ര വിശാരദനുമായിരുന്ന ശങ്കരനാരായണൻ AD 869 നിർമ്മിച്ച ശങ്കരനാരായണീയം സ്ഥാണുരവിയുടെ കാലം കൃത്യമായി നിർണയിക്കാൻ സഹായകമാണ്. സ്ഥാണുരവിയുടെ 25ാം ഭരണവർഷത്തിലാണ് ശങ്കരനാരായണീയം എഴുതിയതെന്ന് അതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഈ തെളിവിൻ പ്രകാരം സ്ഥാണുരവിയുടെ സിംഹാസനാരോഹണം AD 844 തീരുമാനിച്ചിട്ടുണ്ട്. കുലശേഖരന്റെ സദസ്യനായിരുന്ന വാസുദേവ ഭട്ടതിരിയുടെ യമക കാവ്യങ്ങൾ ചരിത്ര പ്രാധാന്യമർഹിക്കുന്നു. കോലത്തുനാട് വാണിരുന്ന ശ്രീകണ്ഠൻ എന്ന മൂഷക രാജാവിന്റെ ആസ്ഥാന കവിയായിരുന്ന അതുലൻ 11ാം ശതകത്തിൽ എഴുതിയ മൂഷക വംശമാണ് കേരള ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രമുഖമായ സംസ്കൃത മഹാകാവ്യം. ആദ്യത്തെ 15 സർഗങ്ങളെ കണ്ടുകിട്ടിയിട്ടുള്ളൂ. കോലത്തുനാട്ടിലെ മൂഷകവംശ രാജാക്കന്മാരുടെ ഉൽപ്പത്തിയെയും അവരുടെ ആദ്യകാല ചരിത്രത്തെയും സംബന്ധിക്കുന്ന ഐതിഹ്യങ്ങളാണ് ആദ്യ സർഗങ്ങളിലെ വർണ്ണനാ വിഷയം. അനന്തരഭാഗങ്ങൾ വിശ്വാസയോഗ്യമായ ചരിത്ര വിവരങ്ങൾ ഉൾക്കൊള്ളുന്നു. കോലത്തിരിമാരുടെ പിതൃപാരമ്പര്യവും മരുമക്കത്തായത്തിന്റെ ആരംഭവും കുലോത്തുംഗ ചോളന്റെ AD 1070-1118 കേരളാക്രമണവും ശ്രീമൂലവാസത്തെ ബുദ്ധവിഹാരത്തിന് മൂഷക വംശരാജാവ് നൽകിയ സംരക്ഷണവും ഈ കാവ്യത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. AD 1168 സ്യാനന്തൂര പുരാണ സമുച്ചയം അക്കാലത്തും വേണാട്ടു രാജാക്കന്മാർ മക്കത്തായം പിന്തുടർന്നു എന്ന് വ്യക്തമാക്കുന്നു. രവിവർമ്മ കുലശേഖരൻ 1299-1314 പ്രദ്യുമ്നാഭ്യുദയം സംസ്കൃത നാടകങ്ങളിൽ സുപ്രസിദ്ധമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അരങ്ങേറാൻ വേണ്ടി രചിക്കപ്പെട്ട ഈ നാടകം തൽകർത്താവിൻ്റെ പ്രതിഭാവിലാസത്തെ പ്രകടമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ സദസ്യനായിരുന്ന സമുദ്രബന്ധൻ അലങ്കാര സർവസ്വത്തിനെഴുതിയ വ്യാഖ്യാനം കൊല്ലത്തിൻ്റെ വർണ്ണനകൾക്ക് പുറമെ രവിവർമ്മ കുലശേഖരനെ കുറിച്ചുള്ള വിവരങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. 14ാം ശതകത്തിൻ്റെ പൂർവാർദ്ധത്തിൽ ലക്ഷ്മീദാസൻ എഴുതിയ ശുഗസന്ദേശവും ചരിത്രദൃഷ്ട്യാ പ്രധാനമാണ്. നായകൻ സന്ദേശവാഹകനായ ശുഗത്തിന് രാമേശ്വരം മുതൽ തൃക്കണാമതിലകം വരെയുള്ള മാർഗം പറഞ്ഞുകൊടുക്കുന്ന കൂട്ടത്തിൽ തിരുവനന്തപുരം, കൊല്ലം, തിരുവല്ല, കടുത്തുരുത്തി, തൃപ്പൂണിത്തുറ, തൃക്കാരിയൂർ, മഹോദയപുരം, തൃക്കണാമതിലകം എന്നീ സ്ഥലങ്ങൾ വർണ്ണിക്കുന്നുണ്ട്. പെരിയാറും മഹോദയപുര സുന്ദരിമാരുടെ ലീലാവിലാസങ്ങളും ഇതിൽ വർണ്ണനാ വിഷയങ്ങളാണ്. 14ാം ശതകത്തിൻ്റെ അവസാനത്തോടുകൂടി വിരചിതമായ വിട നിദ്രാപാണത്തിലും ശിവവിലാസത്തിലും പെരുമ്പടപ്പ് സ്വരൂപത്തിലെ ചില രാജാക്കന്മാരെക്കുറിച്ചുള്ള പരാമർശം കാണാം. പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ രാജധാനി മഹോദയപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റുന്നതിനു മുൻപ് നാടുവാണിരുന്ന രാമവർമ്മ വിടനിദ്രാപാണത്തിൽ പ്രകീർത്തിക്കപ്പെടുന്നു. കണ്ടിയൂർ മാവേലിക്കര താലൂക്കിൽ തലസ്ഥാനമാക്കി ഓടനാട് ഭരിച്ചിരുന്ന കേരളവർമ്മയുടെ സദസ്യനായ ദാമോദര ചാക്യാർ എഴുതിയ ശിവവിലാസത്തിൻ്റെ ഇതിവൃത്തം കേരളവർമ്മയുടെ മകൾ ഉണ്ണിയാടി പെരുമ്പടപ്പ് സ്വരൂപത്തിലെ യുവരാജാവായ രാമവർമ്മയെ വിവാഹം കഴിക്കുന്നതാണ്. മണിപ്രവാളത്തിൻ്റെ ലക്ഷണഗ്രന്ഥമായി സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ലീലാതിലകത്തിനും ചരിത്ര പ്രാധാന്യമുണ്ട്.
ആഭ്യന്തരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ രചനാകാലം AD 1385 1400 ഇടയ്ക്കാണ് എന്ന് മനസ്സിലാക്കാം. വേണാട്ട് രാജാവായ ചേര ഉദയ മാർത്താണ്ഡവർമ്മയെയും 1383 മുതൽ 1444 യുവരാജാവായ രവിവർമ്മയെയും കുറിച്ചുള്ള പരാമർശങ്ങൾ ലീലാതിലകത്തിലുണ്ട്. രവിവർമ്മയിൽ നിന്ന് വിക്രമ പാണ്ഡ്യന് നേരിട്ട പരാജയവും അതിൽ സൂചിതമായിരിക്കുന്നു. കോഴിക്കോട്ടെ മാനവിക്രമൻ സാമൂതിരിപ്പാടിൻ്റെ 1466 1471 സദസ്യനായിരുന്ന ഉദ്ദണ്ഡ ശാസ്ത്രിയുടെ കോലിക സന്ദേശത്തിൽ നിന്ന് തിരുനെല്ലി, തളിപ്പറമ്പ്, തൃച്ചംബരം, തൃപ്പങ്ങോട്, തിരുനാവായ എന്നിങ്ങനെ ഉത്തര കേരളത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ച് പല വസ്തുതകളും മനസ്സിലാക്കാം. അന്ന് സാമൂതിരിപ്പാടിൻ്റെ ഭരണത്തിൻ കീഴിൽ വാണിജ്യത്തിനുണ്ടായ വികാസത്തെ പ്രതിഫലിക്കുന്നതാണ് കോഴിക്കോട്ട് തുറമുഖത്ത് തിങ്ങിക്കിടക്കുന്ന കപ്പലുകളെക്കുറിച്ചുള്ള കോകില സന്ദേശ വർണ്ണന. തിരുനാവായയിലെ മാമാങ്ക മഹോത്സവവും ഇതിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. ഉദയന്റെ മയൂരദൂതവും നാരായണന്റെ സുഭഗ സന്ദേശവും 15ഉം 16ഉം നൂറ്റാണ്ടുകളെ സംബന്ധിച്ച ചില ചരിത്ര വസ്തുതകളും സ്ഥലവിവരണങ്ങളും ഉൾക്കൊള്ളുന്നവയാണ്. 16ആം ശതകത്തിൽ കൊച്ചിയിൽ ചുങ്കം നിർത്തിയിരുന്നതായി മാതൃദത്തന്റെ കാമസന്ദേശത്തിൽ നിന്ന് അറിയാം. പൗരനീതിയുടെയും ദണ്ഡവിധങ്ങളുടെയും നിയമസംഹിതയായ വ്യവഹാരമാലയും ഈ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. ബാലകവിയുടെ രാമവർമ്മവിലാസം, രത്നകേതൂദയം എന്നീ നാടകങ്ങൾ കൊച്ചിയുടെ മധ്യകാല ചരിത്രം നിർമ്മിക്കാൻ കുറച്ചൊക്കെ സഹായകമാണ്. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ കൊച്ചി വാണിരുന്നവരിൽ ഏറ്റവും പ്രാപ്തനായിരുന്ന കേശവരാമവർമ്മയുടെ 1565 മുതൽ 1601 വരെയാണ് കഥ 5 അംഗങ്ങളിലായി വർണ്ണിക്കുന്നതാണ് രാമവർമ്മ വിലാസം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ 1547 1640 കൃതികളും വിലപ്പെട്ട ചരിത്ര വിവരങ്ങൾ നൽകുന്നവയാണ്. പ്രക്രിയ സർവസ്വം എന്ന വ്യാകരണ ഗ്രന്ഥത്തിന്റെ ഉപോദ്ഘാതത്തിൽ അദ്ദേഹം തൻ്റെ പുരസ്കർത്താവായ അമ്പലപ്പുഴ ദേവനാരായണന്റെ മഹത്തായ ഗുണഗണങ്ങളെ പ്രകീർത്തിക്കുന്നു. മേൽപ്പത്തൂരിൻ്റെ പ്രശസ്തി കാവ്യങ്ങളും പ്രയോജനകരങ്ങളാണ്. ദേവനാരായണ പ്രശസ്തി അമ്പലപ്പുഴ ദേവനാരായണനെയും പ്രശസ്തി മാനവിക്രമൻ സാമൂതിരിപ്പാടിനെയും പ്രശംസിച്ചുകൊണ്ട് എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ ഗോശ്രീ നഗര വർണ്ണന കൊച്ചി നഗരത്തെ വർണ്ണിക്കുന്നു. കൊച്ചി രാജാവായ വീരകേരളനെ 1601 മുതൽ 1615 വരെ വാഴ്ത്തുന്നതാണ് വീരകേരള പ്രശസ്തി. 17ആം ശതകത്തിൻ്റെ ആരംഭത്തിലുണ്ടായ വാസുദേവന്റെ ഭ്രമര സന്ദേശം ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ വിവരങ്ങളടങ്ങിയ മറ്റൊരു സംസ്കൃത കാവ്യമാണ്. ഒരു വിരഹി തിരുവനന്തപുരത്ത് നിന്ന് മലബാറിലെ ശ്വേതദുർഗത്തിലുള്ള നായികയുടെ സമീപത്തേക്ക് ഒരു ഭ്രമരത്തെ സന്ദേശവുമായി അയക്കുന്നതാണ് ഈ സന്ദേശകാവ്യത്തിൻ്റെ ഉള്ളടക്കം. തിരുവനന്തപുരം, കൊല്ലം, തിരുവല്ല, കുമരനെല്ലൂർ, അമ്പലപ്പുഴ, വൈക്കം, തൃപ്പൂണിത്തുറ, തിരുവഞ്ചിക്കുളം, ഇരിങ്ങാലക്കുട, തൃശൂർ, ഗുരുവായൂർ, തിരുനാവായ എന്നീ സ്ഥലങ്ങൾ ഇതിലെ മാർഗനിർദ്ദേശത്തിൽ വർണ്ണിക്കപ്പെടുന്നു. പ്രസിദ്ധമായ മാമാങ്കോത്സവവും വർണ്ണനാ വിഷയമാണ്. മാർത്താണ്ഡവർമ്മയുടെ 1729 1758 തൃപ്പടിദാനത്തെയും അദ്ദേഹത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട മറ്റ് സംഭവങ്ങളെയും 5 അംഗങ്ങളിൽ ആവിഷ്കരിക്കുന്ന നാടകമാണ് ദേവരാജന്റെ ബാലമാർത്താണ്ഡ വിജയം. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായിരുന്ന കൃഷ്ണശർമ്മയുടെ ശ്രീപത്മനാഭചരിതവും മാർത്താണ്ഡവർമ്മയെയും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെയും പ്രകീർത്തിക്കുന്നു. ധർമ്മരാജാവിൻ്റെ 1758 1798 ബാലരാമഭരതം എന്ന നാട്യശാസ്ത്ര ഗ്രന്ഥം തിരുവനന്തപുരത്തിൻ്റെ സുന്ദരമായ വർണ്ണന ഉൾക്കൊള്ളുന്നു. 941 1766 തൃപ്പടിദാനവും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. സദാശിവ ദീക്ഷിതരുടെ രാമവർമ്മയ ശോഭൂഷണം ധർമ്മരാജ പ്രശസ്തിയാണ്. ധർമ്മരാജാവിനെ അദ്ദേഹത്തിൻ്റെ ഭാഗിനേയൻ ആദരപൂർവം പ്രകീർത്തിക്കുന്നതാണ് അശ്വതി തിരുനാളിൻ്റെ വഞ്ചി മഹാരാജസ്തവം.
കല്യാണ സുബ്രഹ്മണ്യന്റെ കാവ്യശാസ്ത്ര ഗ്രന്ഥമായ അലങ്കാരഭൂഷണത്തിൽ ധർമ്മരാജാവിനെയും അദ്ദേഹത്തിന്റെ കുലദൈവമായ ശ്രീ പത്മനാഭനെയും സ്തുതിക്കുന്ന ശ്ലോകങ്ങളുണ്ട്. വെങ്കിട സുബ്രഹ്മണ്യന്റെ വസുലക്ഷ്മി കല്യാണം രാമവർമ്മ മഹാരാജാവും സിന്ധു രാജകുമാരിയായ വസുലക്ഷ്മിയും തമ്മിലുള്ള വിവാഹത്തെ ഇതിവൃത്തമാക്കി രചിച്ച നാടകമാണ്. ധർമ്മരാജാവിന്റെ ജീവിതത്തിലെ ഏതോ ഒരു പ്രത്യേക സംഭവം ഈ നാടകത്തിൽ സൂചിതമായിട്ടുണ്ടെന്നു വരാം. മറ്റൊരു ആസ്ഥാന കവിയായിരുന്ന സുബ്രഹ്മണ്യത്തിന്റെ പത്മനാഭ വിജയം മഹാരാജാവിന്റെ വിജയങ്ങളെയും തിരുവനന്തപുരത്തിന്റെയും പത്മനാഭപുരത്തിന്റെയും പെരുമയെയും പ്രകീർത്തിക്കുന്നു. അജ്ഞാതനാമാവായ ഒരു ബ്രാഹ്മണ കവി നിർമ്മിച്ച ചാതക സന്ദേശം ചരിത്ര പ്രാധാന്യമുള്ള മറ്റൊരു സംസ്കൃത കൃതിയാണ്. ഇതിൽ രാജപ്രശംസാ ശ്ലോകങ്ങൾക്ക് പുറമെ തിരുനാവായ, തൃശൂർ, കൊടുങ്ങല്ലൂർ, ചേന്നമംഗലം, തൃപ്പൂണിത്തുറ, വൈക്കം, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, തിരുവനന്തപുരം, പത്മനാഭപുരം എന്നീ പ്രധാന നഗരങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുമുണ്ട്. ധർമ്മരാജാവിന്റെ ഭരണാവസാനത്തോടുകൂടി തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് എന്നാണ് മാറ്റിയതെന്നറിയാനും ചാതക സന്ദേശം സഹായകമാണ്. എന്തുകൊണ്ടെന്നാൽ 1790 ശേഷമാണ് ചാതക സന്ദേശകർത്താവ് ധർമ്മരാജാവിനെ പത്മനാഭപുരത്ത് ചെന്ന് കാണുന്നത്.